ചിതറുന്ന പ്രണയ തീരമേ മിഴികളിന്നിതു കണ്ടുവോ കാമമോ പ്രേമദാഹമോ ചതിയിൽ വീണമരുന്നു പൂക്കളും നിലവിളിക്കുന്ന മാൻകിടാങ്ങളെ അതിരു വെട്ടിപ്പിടിക്കയായി ലഹരി വെട്ടിപ്പിടിക്കയായി ലഹരി വിട്ടകന്നിയുകില്ലേ പുതുമ ക്യാമ്പസിൽ പടരവേ ക്യാമ്പസ് റാക്കറ്റ് ഓ ക്യാമ്പസ് റാക്കറ്റ് റാക്കറ്റ് മധുര മനോഹരമിവിടം മനസ്സുമയങ്ങന സവിതം കരളു പറിച്ചും കവിത രചിച്ചും കളിച്ചിരി നിറയും ക്യാമ്പസ് റാക്കറ്റ് ഓ ഓ ഓ ഓ ഓ ക്യാമ്പസ് റാക്കറ്റ് നിന്റെ പഠിത്തം കഴിഞ്ഞോ? ഇല്ല അമ്മ. ആ ജോബി ചേട്ടൻ എന്തിനാ എപ്പോഴും എന്നെ നോക്കുന്നേ? അവന് കണ്ണുള്ളതുകൊണ്ട്. എന്നാ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ആണുങ്ങളാവുമ്പോ നോക്കും. കണ്ണു കുത്തിപ്പൊട്ടിക്കാൻ നിന്നാലേ അതിനെ നേരം കാണും. നിനക്ക് കഴിക്കാൻ നേരമായോ? ഓ, ഇന്നും ചപ്പാത്തിയും പരിപ്പും ചിക്കൻ ഒന്നും ഇല്ലേ അമ്മേ? ഫ്രിഡ്ജിലെ നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ച് ഉറങ്ങാൻ നോക്ക്. ഓ, എനിക്ക് വിശക്കുന്നു. വൈകുന്നേരം വരെ പണിയെടുത്ത് വന്നിട്ട് വീട്ടിൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ? നിനക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇവിടെ എന്താ പണി? പഠിക്കാനില്ലേ അമ്മേ? പിന്നെ കളക്ടർ ഉദ്യോഗമാണല്ലോ, +2. കളക്ടറും ആവാലോ. ആവും. എന്നെ തെറി പറഞ്ഞോണ്ടാണോടി തിന്നുന്നേ? അമ്മേ, അച്ഛൻ പോയ പിന്നെ അമ്മയ്ക്ക് വേറെ കല്യാണം കഴിച്ചിടായിരുന്നോ? നീ ഉള്ളതുകൊണ്ട് പറ്റിയില്ല. അന്ന് ഞാൻ കുഞ്ഞല്ലായിരുന്നോ? അന്ന് നിനക്ക് കുസൃതി കൂടുതലായിരുന്നു. കണ്ണു തെറ്റിയ പിന്നെ കാണില്ല. പിന്നെ നിന്നെ തേടി നടക്കലായിരുന്നു എന്റെ അമ്മയുടെ അച്ഛന്റെയും പണി. ഒത്തിരി ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട് നീ. വേറൊരാളെയും കൂടെ കൂട്ടി അയാളെയും കൂടി ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് തോന്നി. ആ അനിത മോളോ? ജോ ഇല്ലേ അങ്കിൾ? ജോ ഉണ്ടായിരുന്നല്ലോ. ജോ മോനെ, മോള് പഠിക്കാൻ പോയായിരുന്നു? ആ വിമലേ, ഒരു ചായ എടുക്ക്. അനിത മോള് വന്നിരിക്കുക. മോള് കയറിയിരിക്കുക, ചായ കുടിക്കാം.
അനിതേ, വേണ്ടെങ്കിലേ ഞാൻ കഴിച്ചതാ. ആ അനിത മോളോ കേറിയിരിക്കും, ഞാൻ ദാ വരുന്ന കേട്ടോ. എന്താ ആൻറ്റി? എടാ നീ ഇപ്പൊ ഫ്രീ ആണോ? എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഞാനേ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. വാ. ദാ, നിന്റെ കണ്ണു കുത്തി പൊട്ടിക്കുന്ന കിങ്ങിണി പറയുന്നേ. ആൻറ്റി തെറ്റായിട്ട് ഞാനൊന്നും. ഈ ധൈര്യം വെച്ചോനാണോ നീ SI ആകാൻ പോകുന്നത്? വിഷയം പെണ്ണല്ലേ, ആരായാലും പേടിക്കും. ആ ജോബി, എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ മോൾക്ക് നിങ്ങളൊക്കെയുള്ളൂ. എന്താ ആൻറ്റി നിങ്ങളിങ്ങനെ? ആൻറ്റിക്ക് എന്ത് പറ്റാനാ? ഒന്നും പറ്റില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. ആ വക്കീലോ? ആ മോളെന്ത് ചെയ്യുന്നു? അവൾ അകത്തുണ്ട്, മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, വല്ലാത്ത വിഷമത്തില്ല. വക്കീലൊന്ന് സംസാരിച്ചു നോക്ക് പ്ലീസ്. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. വൈകി ആൻറ്റി, അവരിന്നും വിളിച്ചു. കേസ് പിൻവലിച്ചില്ലേ വീഡിയോ വൈറലാക്കും, മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നു. എനിക്ക് ജീവിക്കേണ്ട ആൻറ്റി, ഞാൻ കാരണം അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ തീർന്നാൽ അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ അതല്ല ഞാൻ ചെയ്യേണ്ടത്. നീ തെറ്റിയത് എപ്പോഴാണ്? ഒരാളെ പ്രണയിച്ചപ്പോഴോ, അതോ അവനോടൊപ്പം ഒരുത്തൻ നിന്നെ നശിപ്പിക്കാൻ നോക്കിയപ്പോ സമ്മതം കൊടുക്കാതിരുന്നപ്പോഴോ? നിന്റെ സമ്മതം കിട്ടാതെ വന്നപ്പോ കൈയും കാലും കെട്ടി നിന്നെ റേപ്പ് ചെയ്തപ്പോഴോ? ഒരു തെറ്റും ചെയ്യാത്ത നീ മരിച്ച തെറ്റ് ചെയ്തവർ നിന്റെ മരണം ആഘോഷിക്കില്ലേ? അവന്മാരോട് വീഡിയോ വൈറലാക്കാൻ പറയും. അതിലുള്ളത് നീയും നിന്നെ പ്രണയിച്ചു വഞ്ചിച്ചവനും പിന്നെയുള്ളത് നിന്നെ റേപ്പ് ചെയ്തവനും ആണെന്ന് നീ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയും. നിന്നെ ഈ ഗതിയിലാക്കിയവനെ തീർക്കല്ലേ വേണ്ടത്? തനിച്ചാണെന്ന് തോന്നുമ്പോഴൊക്കെ ഒരു ധൈര്യക്കുറവ് പോലെ.
വനിതാ വക്കീലേ, പെട്ടെന്നൊരു സ്ഥലത്തേക്ക് വന്ന നിങ്ങളുടെ മകളുടെ ഒരു ലീലാവിലാസം കൺകുളിർക്കെ കാണാം. നിങ്ങളാരാ? സോഷ്യൽ മീഡിയ വഴി അറിയിക്കാനാ ആദ്യം കരുതിയത്. നിങ്ങൾ ആരാന്ന്? വെറുതെ വക്കീലിന്റെ ഒരു ഇമേജ് കളയേണ്ടത്. നിങ്ങൾ ആരെന്ന് പറയൂ. ഞാനൊരു കൊച്ചു യൂട്യൂബറാണേ. കുട്ടികളടങ്ങുന്ന ഒരു സെക്സ് റാക്കറ്റിന്റെ ഫോളോ ചെയ്ത് വന്നപ്പോ അതിലൊരു കുട്ടി നിങ്ങളെ കുട്ടിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് വിളിച്ചറിയിച്ചത് മാത്രം. വിശ്വാസമല്ലെങ്കിൽ ലൊക്കേഷൻ അയക്കാം, വന്ന് കണ്ട് ആദ്യം ബോധ്യപ്പെട്. അല്ലെങ്കിൽ എന്റെ ചാനൽ വഴി അറിഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ. നിങ്ങൾ മാപ്പ് അയക്കൂ. ഓക്കെ ഓക്കെ. ഹലോ, ജോ ഒന്ന് ഫോൺ എടുക്ക് ജോ. ആന്റി, കോൾ ഇപ്പോഴാ കണ്ടത്. നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്ര അടക്കുക. ജോ, കിങ്ങിന് ക്ലാസ്സിലുണ്ടോന്ന് ചെക്ക് ചെയ്യ. ഞാൻ വരുന്നവരെ ജോ അവളുടെ കൂടെ ഉണ്ടാവണം. ജോ, ഞാൻ പറയുന്ന കേക്ക് ജോ. നീ ബെന്നിയോട് കളിക്കല്ലേ, നിന്റെ കുടുംബം അടക്കം ഞാൻ കത്തിച്ചു കളയും കേട്ടാ. വക്കീലോ? വക്കീല് മോളുടെ ലീലാവിലാസങ്ങൾ കാണാൻ വന്നതായിരിക്കും. വക്കീല് കേട്ട കഥ ഫേക്കാ. വക്കീലിനെ എത്തിക്കാൻ എന്റെ ഈ ചെക്കനെ വെച്ച് ഞാനൊന്ന് കളിച്ചതാ. കേസിന്റെ പോക്ക് ഇങ്ങനെ പോയാ എന്റെ ഈ അനിയൻ ചെക്കനും ഈ കൊച്ചനും കുടുങ്ങും. ഈ കൊച്ചനും എനിക്ക് വേണ്ടപ്പെട്ടവനാ. ഇവനും അവളും കൂടിയുള്ള ചെറിയൊരു വീഡിയോ കണ്ടപ്പോ ഈ കൊച്ചന് സഹിച്ചില്ല. അവളോട് മാന്യമായി ചോദിച്ചു. കിട്ടാത്തോണ്ട് ചെറിയൊരു ബലപ്രയോഗം. അതൊന്നും അത്ര വലിയ തെറ്റല്ല വക്കീലേ. തന്റെ കുടുംബത്തിൽ തെറ്റല്ലായിരിക്കാം. നിയമത്തിന്റെ മുമ്പിലും തെറ്റല്ല. കാശെറിഞ്ഞു പിടിക്കും. പറ, വക്കീലിന് എത്രയാ പണം വേണ്ടത്? സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ കാമുകനോട് சொல்லுന്നോ? ഇവിടെ ശ്രദ്ധിക്കും വക്കീലേ. ഫോൺ താടോ. സീരിയസ് കേസൊന്നും അല്ലല്ലോ. ആദ്യം ഡീൽ ഉറപ്പിക്കേ. എത്രയാ വേണ്ടത്? വക്കീലൊരു സംഖ്യ പറ. ഇവിടെ ഒരു ഡീല് നടക്കുമ്പോഴാണ് മൈര നിന്റെ അമ്മയുടെ നായരും വയ്ക്കണം പൊന്നെ. എന്റെ മോളെ കാണാനാ നിങ്ങൾ വരാൻ പറഞ്ഞത്. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് പറ.
വിടരുത് അവളെ. അവളെ കൈയും കാലും അടിച്ചു പിടിക്കണം. തന്റെയൊക്കെ പട്ടിഷോ ഏതുവരെ പോവും നോക്കിയതാ. പിന്നെ ഇവന്മാരുടെ കാര്യം രണ്ടിനെ ഞാൻ പുറം ലോകം കാണിക്കില്ല. ഇവന്മാരെ തീർക്കാനുള്ള പക മുഴുവനും ഒരുത്തിയുടെ നെഞ്ചിൽ കുത്തി നിറച്ചിട്ടാ ഞാൻ വന്നത്. അവളുടെ മുന്നിലേക്ക് ഇവന്മാരെ എത്തിക്കുകയും ചെയ്യും. അതുവരെ ഉള്ളൂ രണ്ടിന്റെ ആയുസ്. ആന്റി ഇത് എവിടെ ആയിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു? കിങ്ങിണി മോളെ, കിങ്ങിണി മോളെ, അവൾക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂന്ന് പറഞ്ഞതാണല്ലോ. അവൾ എത്തിയിട്ടില്ല ഇതുവരെ. കിങ്ങിണി. ഹലോ, നീ വാർത്ത കേട്ടോ? എന്ത് വാർത്ത? നീ ആ മനോരമ ന്യൂസ് ഒന്ന് വെച്ചേ. മാലിന്യങ്ങൾ നിക്ഷേപിച്ച രീതിയിൽ കാട്ടുമരങ്ങൾക്കിടയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. 16 വയസ്സുള്ള കിങ്ങിണി എന്ന് വിളിക്കുന്ന അനന്യ മേനോനാണ് കുട്ടിയുടെ പേരെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും സുധീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. അശ്വതി വീരമൃത്യു വരിച്ച പട്ടാളക്കാരനായിരുന്ന അനന്തന്റെയും അഡ്വക്കേറ്റായ അനന്ത മേനോന്റെയും മകളാണ് കൊല്ലപ്പെട്ട ഈ കുട്ടി. കാട്ടിൽ ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുവെന്ന് ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഈ സംഭവം ലോകം അറിയുന്നത്. കൊലപാതകം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ SP രാജീവ് മേനോന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. +2 വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട അനന്യ മേനോൻ. യൂണിഫോം ധരിച്ചിരിക്കുന്നതിനാൽ സ്കൂൾ വിട്ടു വരുന്ന വഴിയാണ് ഈ അത്യാഹിതം സംഭവിച്ചതായി പോലീസ് കരുതുന്നത്. കിങ്ങിണി അന്വേഷിച്ചു പോയപ്പോ അവള് മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി. അത് വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു. ആരോ ഫോൺ എടുത്തു, ദേഷ്യത്തിൽ തെറി പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് എടോ, താൻ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നാ അവർക്ക് ഈ ഫോട്ടോസ് ഒക്കെ പോയിരിക്കുന്നത്. ഇപ്പൊ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും താൻ പറയുന്നു. ഇതൊക്കെ ആ പെണ്ണുപിള്ളയുടെ ബുദ്ധിയല്ലേ, വക്കീൽ ബുദ്ധി. വല്ലവന്റെ കൂടെ പൊറുക്കാൻ മോൾ ഒരു തടസ്സമായി. കാമുകനെ കൊണ്ട് കൊല്ലിപ്പിച്ചു. തള്ള കാഞ്ഞ ബുദ്ധിയുള്ളവളല്ലേ. കേസ് വായിച്ചു ഊരിയും പോരാ. ആ വണ്ടി നമ്പർ പോലും ഫേക്കാണ്. ആ തള്ള എന്റെ കൈ കിട്ടിയ സത്യം ഞാൻ പറയിക്കും.
താൻ കൊച്ചിനെ അറിയുന്ന ആളല്ലേ? സാറേ, അവർ അയൽവാസികളാ. ചേട്ടനെ പോലെ. പോലെയല്ലേ? ചേട്ടനല്ലല്ലോ. താനേ തൽക്കാലം വാ. ജോ, നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ചേട്ടാ, പെട്ടെന്ന് ശരിയാക്കണം. ആന്റി, മൊബൈൽ റെഡിയായി. ഞാൻ അയച്ചിരുന്ന കാറിന്റെ പിക്ക് നിനക്കറിയാവുന്ന എല്ലാവർക്കും നീ ഷെയർ ചെയ്യണം. അതിന്റെ നമ്പർ കണ്ട മനസ്സിലാവുന്ന എന്തെങ്കിലും. അതിന് വണ്ടി നമ്പർ ഫേക്ക് ആണെന്ന് SI സതീശൻ പറഞ്ഞില്ലേ? അയാള് പറഞ്ഞത് കള്ളമാണെങ്കിലോ? അങ്ങനെ വരുമോ? എന്റെ മകളെ കൊന്നത് ഞാനാണെന്നല്ലേ അയാൾ പറഞ്ഞത്. അത് സത്യമാണോ? അയാൾക്കറിയാവുന്ന ആരെങ്കിലും രക്ഷിക്കാനാണെങ്കിലോ? ഞാൻ അയച്ചു കൊടുത്ത വണ്ടിയുടെ കാര്യം ഒരു ന്യൂസിലും വന്നിട്ടുമില്ല. പറയടാ, ആരുടെ? ഏതാ സ്ഥലം? ആളവിടെ ഉണ്ടോ? ഞങ്ങളിപ്പോ തന്നെ പോവാം. ഉറപ്പില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. വേഗം എടുക്ക. നീ ഒറ്റയ്ക്കല്ലാന്ന് എനിക്കറിയാം. കൂടെ ഉണ്ടായിരുന്ന 2 പേര്. നീയൊക്കെ എന്തിനാണ് എന്റെ മോളോട് പറഞ്ഞില്ലെങ്കിൽ പൊന്നുമോനെ നിന്നെ ഞാൻ കോളേജ് പരിസരത്ത് മയക്ക് മരുന്ന് വിൽപ്പന SI വർഗീസാർ താന്താ ബിനാമി ചെക്ക്. സെന്തിലണ്ണ, നാളെ ക്ലാസ് ഇല്ല. വൈകിട്ട് 5 മണിക്ക് ഗ്രൗണ്ടിൽ എത്തിച്ചാ മതി. ஏய் அப்பா கால் பண்ணுடா. உன்னோட அப்பா பிரச்சனை இல்ல? ஏய் அது சீன் இல்ல. டேய், அவளை பாத்திருக்கடா. போய் பிடிடா. അനന്യ, അവള് പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മൊത്തം സീനാ. வீடியோ எடுத்துட்டியா? போனை காட்டு. போனை காட்டுறே. விடு, போன் விடு. போனை விடுறே. അറിഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്. ഇല്ല അഖിലേ, ഇത് ഞാൻ പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യും. നിന്നെ അമിതിനെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. അമിതിന്റെ പപ്പ അറിഞ്ഞാൽ അറിയാലോ. അതിന് നീ ജീവനോടെ പോയാലല്ലേ പപ്പ അറിയുള്ളൂ. നീ എന്തോ ചെയ്യോടി, പോയി ചെയ്യടി.
അവളെ സത്തിട്ടാടാ. ഇല്ല, ഞങ്ങളുടെ പഴയ വീട്ടിലാ. അവൾക്ക് കാര്യമൊന്നും അറിയത്തില്ല. 2 ദിവസത്തെ ടൂറിന് പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സെന്തിൽ വന്ന ഉടനെ നമ്മൾ പുറപ്പെടും. ഇവരെ രണ്ടിനെ നമുക്ക് ഗുണ്ടൽപേട്ട് വീട്ടിലേക്ക് മാറ്റാം. സിംഗപ്പൂർ ടിക്കറ്റ് സെറ്റ് ആവുമ്പോ നീ അവിടെ പോയി പിക്ക് ചെയ്താൽ മതി. മറ്റൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഉള്ള കേസോ അത് വക്കീലിന്റെ തല കെട്ടി വെച്ചോളാം. വക്കീല് കേസ് പതുക്കെ ഊരി വരുമ്പോഴേക്കും നമ്മുടെ പിള്ളേർ സിംഗപ്പൂർ കിടന്നിട്ടുണ്ടാവും. നീ ഫോൺ വെക്ക്, ഞാൻ പിള്ളേരെ കയറ്റി വിട്ടിട്ട് വിളിക്കാം. ഈ പോകുന്നിടത്ത് കൂടി കുത്തക്കേട് ഉണ്ടാക്കി വെക്കരുത്. 2 ദിവസത്തേക്ക് ഫോണോ നെറ്റോ ഒന്നും തൊട്ടേക്കരുത്. പറഞ്ഞു മനസ്സിലാടാ? ഒന്നും തൊട്ടേക്കരുത്, പറഞ്ഞു കേട്ടാ? എന്റെ മോളുടെ മുഖം അവസാനം ഒരു നോക്ക് കാണുന്നതിന് മുന്നേ അവളെ കൊന്നവനൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. എന്റെ മോളെ കൊന്ന് നിന്റെ മോനെ രക്ഷിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്റെ മോനെ അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ കൊല്ലില്ല. നിയമത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇവന്മാരെ പുറത്തിറക്കാൻ നീ കളിക്കുന്ന ഓരോ കളിക്കും ഞാനും കൂട്ടുനിൽക്കും. നിന്റെ ജയവും കാത്തു നിൽക്കും. കാക്കിയിട്ട നീ ക്രിമിനൽ മൈൻഡ് വെച്ച് എന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ? ശരിക്കുള്ള ക്രിമിനൽ മൈൻഡ് എന്താണെന്ന് നീയും നിന്റെ കൂട്ടുകാരും മക്കളും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇവന്മാരെ നീ ഏത് സെല്ലിൽ കിടത്തിയാലും അവിടെയെല്ലാം എന്റെ ആളുകളുണ്ടാവും. ഒരു രാത്രി പോലും ഉറക്കില്ല, ഒരു പകല് പോലും സമാധാനം കൊടുക്കില്ല. ഇവന്മാരെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന അന്ന് നിന്റെ വീട്ടില് ഇവരെത്തുന്നത് വെള്ളത്തുണിയിൽ മൂടി പുതപ്പിച്ചായിരിക്കും. എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേടാ നാറി. ഇനി ജീവിക്കുന്ന ഓരോ ദിവസവും എന്റെ മകളുടെ മുഖം മാത്രം ഇവന്മാരും മറക്കാതെ ഓർത്തുകൊണ്ടേയിരിക്കണം. നിന്നെയും ഈ നാറിയ ജന്മങ്ങളെയും കൊണ്ടുപോവാൻ അവരെത്തി. പിള്ളേരെ കടത്താനുള്ള ശ്രമമാണ്. മീഡിയക്കാരെ ആരെയും അകത്തേക്ക് വിടണ്ട. ശരി സാർ. ഹലോ, പ്ലീസ് നിങ്ങൾ പുറത്തേക്ക്. മാം, മകളുടെ കഥകളിലേക്ക് എത്തിയത് എങ്ങനെയാണ് മാം? മാം, മാം പ്ലീസ് മാം. അവരെ മാറ്റി നിർത്ത്. SIയോടും കുടുംബത്തോടും പകയുള്ളത് കാരണം അവരെ മനഃപൂർവ്വം ഇല്ലാതാക്കി സ്വയം രക്ഷപ്പെടാനുള്ള കഥയല്ലേ നിങ്ങൾ? നിങ്ങളുടെ കാമുകനോടൊപ്പം ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരാളുടെ മുന്നിലാണോടാ ചേട്ടേ നിന്റെ
വൈറലാവാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവരാ. ഒരു മൈക്കും മുന്നിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഈ മഹാരാജ്യം നിന്റെ കാൽ കീഴിലാണെന്ന് തോന്നുന്നുണ്ടോ? ഒരേടി മോനെ, നല്ല തല്ലുകിട്ടിയ കഴപ്പങ്ങ് മാറും. മനസ്സിലായടാ തന്തയ്ക്ക് മുന്നുണ്ടായവനെ. നീ മീഡിയക്കാരോട് കളിക്കരുത്. കളിച്ച നീ എന്ത് ചെയ്യണം? ജോബി, ഇനി ആർക്കാ ഇവിടെ ചോദിക്കാനുള്ളത്? ആർക്കാ ഇവരുടെ അവിഹിത കഥ അറിയേണ്ടത്? ആർക്കാ ഇവരുടെ കാമുകനെ കാണേണ്ടത്? ജോബി, ജോബി, എനിക്ക് എന്റെ മോളെ കാണണം. ഇനിയുള്ള കുറച്ചു നേരം അവൾക്കൊപ്പം എന്നെ അങ്ങോട്ട് കൊണ്ടുപോ പ്ലീസ്. കൊണ്ടുപോകാൻ ആന്റി. മാം, മകളുടെ ഘാതകരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടവരെ അകത്തുനിന്ന് കൊണ്ടുവരുന്നു. ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ പ്ലീസ്. അവനെ കൊണ്ടുവാ. ഇയാളെ അറിയണോ? അറിയാം സർ. അറസ്റ്റ് ചെയ്യും. കേരളത്തിലെ മയക്കുമരുന്ന് കണ്ണികളെ നിയന്ത്രിച്ചിരുന്നത് സാറായിരുന്നില്ലേ? യുവതലമുറകളെ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളാക്കാൻ പോലീസും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നതിന് തെളിവല്ലേ സാറിന്റെ മകനും കൂട്ടുകാരന്റെ മകനും? വാടുവാൻ നിൽക്കാത്ത പെണ്ണാണു നീയും, വാടിക്കരിഞ്ഞതെൻ സ്വപ്നമാണോ? വാടുവാൻ നിൽക്കാത്ത പെണ്ണാണു നീയും, വാടിക്കരിഞ്ഞതെൻ സ്വപ്നമാണോ? അമ്മയായുള്ള എൻ്റെ ഹൃദയം നിന്നിലെ ചിന്തയെ കണ്ടതില്ല. പെണ്ണിനെ പൊന്നായി കാണുന്ന നാട് പെണ്ണിൻ്റെ പ്രാണനും കൊണ്ടുപോകും. പെണ്ണിനെ പൊന്നായി കാണുന്ന നാട് പെണ്ണിൻ്റെ പ്രാണനും കൊണ്ടുപോകും. കണ്ണുനീർ തോരാതെ കരയുവാനല്ലാതെ ഇനി നിന്നെ പുണരുവാൻ കഴിയുകില്ല. നിന്നെ കുറിച്ചു ഞാൻ കണ്ടുള്ള സ്വപ്നങ്ങൾ ഇന്നിവിടെ മണ്ണിൽ അലിഞ്ഞു ചേരും. Campus rocket, oh, Campus rocket.